നീയും യേശു ക്രിസ്തുവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് നിന്റെ വായും നീയും തമ്മിലുള്ള ദൂരമാണ്. വാ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാൽ, വാ തുറന്ന് വചനം ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നിന്റെ അരികിലുണ്ട്. അവിടുന്ന് നിന്നെ സഹായിക്കുവാൻ നിന്റെ അരികിലുണ്ട്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും അന്ന് ഫോണില്ല, ഇമെയിലില്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ വേണ്ടിയും വേറൊരു ഉപാധിയുമില്ല. എന്നാൽ ആ തടവറയിൽ കിടന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അന്ത്യോക്യയിലുള്ള തങ്ങളുടെ സഹോദരന്മാർ അവർക്ക് അപ്പോൾ ദൂരസ്ഥരാകുന്നു. എന്നാൽ തങ്ങളെ രക്ഷിച്ച, ശുശ്രൂഷയ്ക്ക് അയച്ച യേശു ദൂരസ്ഥനല്ല, യേശു സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് അവർ ആ ജയിലിൽ കിടന്ന് പാട്ടുപാടി ആരാധിച്ചപ്പോൾ യേശു ആ ജയിലിൽ ഇറങ്ങി അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തത്. വളരെ ദൂരെയുള്ളൊരു കാര്യമല്ല നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത്. ഇനിയും ഏറെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സമീപമാകുന്നു. എത്രത്തോളം സമീപസ്ഥമാകുന്നു. നിങ്ങളുടെ വായും നിങ്ങളും തമ്മിലുള്ള ദൂരമാണ്. നിങ്ങളുടെ സൗഖ്യവും നിങ്ങളും തമ്മിലുള്ള ദൂരം. നിങ്ങളുടെ വായും നിങ്ങളും തമ്മിലുള്ള ദൂരമാണ്. നിങ്ങളുടെ വിടുതലും നിങ്ങളും തമ്മിലുള്ള ദൂരം. 107 സങ്കീർത്തനം 20 വാക്യം, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭ്യമാകുന്ന ശാരീരിക സൗഖ്യം അത് യാഥാർത്ഥ്യമാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ വചനമാകുന്നു. ദൈവവചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചത്തെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് യോഹന്നാൻ നൽകിത്തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിമനോഹരമായ വിശദീകരണമാണ്, വളരെ വ്യക്തതയുള്ള വിശദീകരണമാണ് യോഹന്നാൻ നൽകിത്തരുന്നത്. എങ്ങനെയാണ് ആദിയിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അവിടുത്തെ വചനത്താലാകുന്നു അവിടുന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതിനാൽ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ തന്നെ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നു. 1 അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ, അവിടുത്തെ വായിൽ നിന്ന് ആ വചനം പുറപ്പെടുമ്പോൾ, ആ വചനം യേശുവാകുന്നു, ദൈവവചനം യേശുവാകുന്നു, അവിടുന്നാകുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. വെളിച്ചമുണ്ടാകട്ടെ. 4-ാം ദിവസമാണ് ദൈവം സൂര്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ 1-ാം ദിവസം പ്രകടമായ വെളിച്ചം, ഇരുളിലായിരുന്ന ഈ ഭൂമിയെ പ്രകാശിപ്പിച്ച വെളിച്ചം, ആ വെളിച്ചം കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. ഇനി വരാൻ പോകുന്ന അനന്തഭാവികാല നിത്യതയിലും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ് വെളിച്ചമായിട്ട് ഈ പ്രപഞ്ചത്തെ നിറയ്ക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21 അധ്യായം 23 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു ആ നഗരത്തിൻ്റെ വിളക്കാകുന്നു. അനന്തഭാവികാല നിത്യതയിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നമ്മുടെ വെളിച്ചമാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 1 അധ്യായത്തിൽ 9 വാക്യത്തിൽ പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ചപ്പോൾ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു.
അവിടുന്ന് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവനാകുന്നു. സത്യവെളിച്ചം, ട്രൂ ലൈറ്റ്. എല്ലാ വെളിച്ചങ്ങളുടെയും പിന്നിലുള്ള സ്രോതസ്സാകുന്ന വെളിച്ചം കർത്താവാകുന്ന യേശുക്രിസ്തുവാകുന്നു. അവിടുന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. അവിടുന്ന് ദൈവത്തിൻ്റെ വചനമാകുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന കർത്താവാകുന്ന യേശുക്രിസ്തു അവിടുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ അതേ വചനത്തിന് പ്രാപ്തിയുണ്ട്. ആ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, ആ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ആ വചനത്താൽ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകും. അവൻ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. പഴയ നിയമത്തിലെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 107-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്യം. അവിടെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ വളരെ വ്യക്തം. പഴയ നിയമത്തിലും എല്ലാ സൗഖ്യങ്ങളും, മനുഷ്യരിൽ സൗഖ്യങ്ങൾ നടന്നപ്പോൾ അവിടെ യേശു ഉണ്ടായിരുന്നു. യേശുവിലൂടെയാണ് ആ സൗഖ്യം സംഭവിച്ചത്. അവൻ വചനത്തെ അയച്ച്, വചനത്തെ അയക്കുക എന്ന് പറയുന്നത് കർത്താവാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു വചനത്തെ അയച്ച്, അവൻ വചനത്തെ അയച്ച്, അവൻ യേശുവിനെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന്, ഇംഗ്ലീഷിൽ ഡിസ്ട്രക്ഷൻ എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്, അവർ നേരിടേണ്ടിയിരുന്ന ഡിസ്ട്രക്ഷൻസിൽ നിന്ന് യേശു അവരെ വിടുവിച്ചു. ശാരീരിക രോഗം വരുമ്പോൾ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് പല നിലകളിലുള്ള സംഘർഷങ്ങളിൽ, ശാരീരികമാകുന്ന സംഘർഷം മാത്രമല്ല, അത് വരുത്തി വയ്ക്കുന്ന ഭൗതികമാകുന്ന ബാധ്യതകളുണ്ട്. മാത്രമല്ല അത് മുഖാന്തരം അനേകർ അനുഭവിക്കുന്ന വേദനയും ദുഃഖവുമുണ്ട്. ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന അനേകർ പ്രതിസന്ധിയിലായിത്തീരും. അവിടെ ഒരു ഡിസ്ട്രക്ഷന് തുല്യമായ, ഒരു തകർച്ചയ്ക്ക് തുല്യമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, യേശു ആഗ്രഹിക്കുന്നു. അവിടുത്തെ വചനത്തെ അയച്ച് അവിടുന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സദൃശ്യപ്രകാരമാകുന്നു. ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിലും. ആ ഇമേജ് എന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിലുള്ള എബിലിറ്റീസ്, ദൈവത്തിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്, ദൈവത്തിലുള്ള പ്രകൃതങ്ങൾ, അതൊക്കെ ഉള്ളവനായിട്ടാകുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ, ആദി മനുഷ്യൻ ആദാം, അവൻ പാപം ചെയ്തതോടുകൂടെ തേജസ്സിൽ നിന്ന് വീണുപോയി. ആ ഇമേജ് അവന് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടതോടുകൂടെ ഈ ഭൂമിയിൽ എല്ലാവിധമാകുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന, ഇന്നനുഭവിക്കുന്ന എല്ലാവിധമാകുന്ന ദുരിതങ്ങളും പ്രവേശിച്ചു. മിസറീസ്, ദുരിതങ്ങൾ, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ പ്രവേശിക്കുകയാണ്. അതിനുശേഷം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇമേജോടുകൂടെ നടന്ന ഏക വ്യക്തി യേശുക്രിസ്തു ആകുന്നു. പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ ആദമിനെ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചതുപോലെ അതേ ഇമേജിൽ, അതേ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ അതേ ഇമേജിൽ, അതേ സ്വരൂപത്തിലാകുന്നു ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചത്. എന്നാൽ ആദമിന് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് കർത്താവാകുന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെ അതേ ഇമേജിൽ, അതേ സ്വരൂപത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ യേശു കടന്നു വന്നത്. ഒരു പൂർണ്ണ മനുഷ്യനായി യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുല വിമോചനത്തിനു വേണ്ടി അവിടുന്ന് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. പ്രിയമുള്ളവരെ,
അവിടുന്ന് വന്ന് നമ്മിൽ വസിക്കുകയാണ്. യേശുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ യേശു വന്ന് നിങ്ങളിൽ വസിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല അപ്പോൾ സംഭവിക്കുന്നത്. യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതിലും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മകനാകുവാനുള്ള അധികാരം ലഭിക്കുകയാണ്. അവർ രക്തത്തിൽ നിന്നല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടാകുന്നത് പോലെയുള്ളൊരു ജനനമല്ല വീണ്ടും ജനനമെന്ന് പറയുന്നത്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. ഞാൻ സ്വയം ചിന്തിച്ചാലോ വിചാരിച്ചാലോ പ്രവർത്തിച്ചാലോ എനിക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല, എനിക്ക് വീണ്ടും ജനനം പ്രാപിക്കുവാൻ കഴിയത്തില്ല. പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല. മറ്റൊരാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഒരു മനുഷ്യൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വീണ്ടും ജനനം സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നത്രേ. ദൈവത്തിൽ നിന്നുള്ള ജനനം. ദൈവത്തിൽ നിന്നുള്ള ജനനത്തിനും വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണം നമുക്ക് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ലഭിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല. കറപ്റ്റബിളായിട്ടുള്ളൊരു സീഡിനാലല്ല ഈ ജനനം നടന്നത്. ഇൻകറപ്റ്റബിളായിട്ടുള്ള, ഒരിക്കലും കേടുവരാത്ത ഒരു സീഡിനാലാകുന്നു ഈ ജനനം നടന്നത്. ആ സീഡ് ദൈവത്തിൻ്റെ വചനമാകുന്നു. ഈ സീഡ് എന്നുള്ള വാക്ക് ആവർത്തിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്ക്, യുവർ സീഡ് ആൻഡ് ഹെർ സീഡ്. അവിടെ സീഡിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. പാമ്പിനോട് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. സീഡ് ഓഫ് ദ വുമൺ, സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് ദ വുമൺ. അതാരാകുന്നു? ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ എബ്രഹാമിക് കവനന്റിൽ, അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ആ ഉടമ്പടിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നോക്കുക, സന്തതി എന്ന് പറയുന്ന സീഡ്, ഇംഗ്ലീഷിൽ സീഡ്. നിന്റെ സീഡ് മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സീഡ് മുഖാന്തരം, നിന്റെ സന്തതികൾ മുഖാന്തരം എന്നല്ല, നിന്റെ സന്തതി മുഖാന്തരം, നിന്റെ സീഡ് മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതാരാകുന്നു ആ സീഡ്? ഉൽപ്പത്തി 3:15 ആ സന്തതിയെക്കുറിച്ച് പറയുന്നു. അബ്രഹാമുമായിട്ട് ദൈവം നടത്തിയ ഉടമ്പടിയിൽ ആ സന്തതിയെക്കുറിച്ച് പറയുന്നു. അതേപോലെ അതേ വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന സീഡ് എന്ന വാക്ക് തന്നെയാണ് 1 പത്രോസ് 1:23 പറയുന്നത്. ആ ഇൻകറപ്റ്റബിൾ സീഡ് മുഖാന്തരമാകുന്നു നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആത്മരക്ഷ എന്ന് പറയുന്നത് ആ ഇൻകറപ്റ്റബിൾ സീഡിനാലാകുന്നു സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ സീഡ് വിശദീകരിക്കപ്പെടുന്നു ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ആ സന്തതി ആരാകുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നു. പൗലോസിന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വചനത്തിലൂടെ വെളിപ്പാട് കൊടുക്കുന്നു. ആ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് സന്ദേശം നൽകിത്തരുന്നു. ആരാകുന്നു ആ സന്തതി? ഗലാത്യലേഖനം 3:16, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു.
സന്തതികൾക്കും എന്ന്, അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ, അത് ക്രിസ്തു തന്നെ. ആരാകുന്നു ആ സീഡ്? അത് ക്രിസ്തു തന്നെ. ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്ന സീഡ്, സ്ത്രീയുടെ സന്തതി, പിശാചിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ആരാകുന്നു? അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയിൽ, അബ്രഹാമും ദൈവവും തമ്മിൽ നടത്തിയ ഉടമ്പടിയിൽ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാരാകുന്നു ആ സന്തതി? ആരാകുന്നു ആ സീഡ്? 1 പത്രോസ് 1:23 ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം ആ വ്യക്തിയിൽ സംഭവിക്കുന്നു. ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ യോഹന്നാൻ 1:13 അടിസ്ഥാനത്തിൽ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. അതാണ് 1 പത്രോസ് 1:23 പറയുന്നത്, ഇൻകറപ്റ്റബിൾ സീഡ്, ദൈവത്തിൽ നിന്നുള്ള ജനനം ഇൻകറപ്റ്റബിൾ സീഡിനാൽ സംഭവിക്കുന്ന ജനനമാണ്. ആരാകുന്നു ആ ഇൻകറപ്റ്റബിൾ സീഡ്? ഗലാത്യലേഖനം 3:16 പറയുന്നു, അത് ക്രിസ്തു തന്നെ, അത് ക്രിസ്തു തന്നെ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ആ ഇൻകറപ്റ്റബിൾ സീഡ് ദൈവത്തിൻ്റെ വചനമാകുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനാലാകുന്നു നാം ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിനേക്കാട്ടിലും വലിയൊരു അത്ഭുതമാണ് നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു സാധാരണ കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു വലിയ അത്ഭുതമാണ് നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിലും വലിയൊരു അത്ഭുതം നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ആരാകുന്നു? അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വചനമാകുന്നു. ദൈവത്തിൻ്റെ വചനം മുഖാന്തരമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആമേൻ. ആ വചനം ആദ്യമായി നമ്മൾ കേട്ടപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 1-ാം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വീണ്ടും വായിക്കുമ്പോൾ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നത്. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ റീമാ വചനം, ആ പുറപ്പെടുന്ന വചനമാണ് നിങ്ങളെ രക്ഷിച്ചത്. ആ പ്രസംഗിച്ച വചനമാണ് നിങ്ങളെ രക്ഷിച്ചത്. എന്നോ ഒരിക്കൽ ദൈവവചനം നിങ്ങൾ കേട്ടപ്പോൾ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ എത്തുവാൻ തക്കവണ്ണം നിങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസം അങ്കുരിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെട്ടു. വചനം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിൽ എത്തിച്ചേരുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 6:63 അടിസ്ഥാനത്തിൽ വചനം ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. യേശു പറയുന്നു, എൻ്റെ വചനങ്ങൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവവചനം പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ജീവനുമാകുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന ദൈവവചനം. ആ ദൈവവചനം നിങ്ങളുടെ ആത്മാവിൽ എത്തിച്ചേരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ ജീവനാൽ നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായിത്തീരുകയാണ്. ആദാമിൻ്റെ ആത്മാവിൻ്റെ, ആദാമിൽ നിന്നുള്ള ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ഒരു തുടർച്ചയല്ല വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത്. ആ ആത്മാവിനെ റിപ്പയർ ചെയ്ത ഒരു കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായിത്തീരുകയാണ്. 2 കൊരിന്ത്യർ 5:17 അടിസ്ഥാനത്തിൽ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയി.
പുതിയ സൃഷ്ടിയായിത്തീരുകയാണ്. നെവർ എക്സിസ്റ്റഡ് ബിഫോർ, ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത, നെവർ എക്സിസ്റ്റഡ് ബിഫോർ, അങ്ങനെയുള്ള ഒരു പുതിയ സൃഷ്ടിയായിട്ട് നിങ്ങളുടെ ആത്മാവ് തീരുകയാണ്. ആദാമിൻ്റെ ആത്മാവിൻ്റെ തുടർച്ചയല്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തീരുന്നു വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ജീവനാലും. ഇവിടെ ജീവൻ എന്ന് പറയുമ്പോൾ ഗാഡ് കൈൻഡ് ഓഫ് ലൈഫാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള ഈ ജീവനല്ല, ഇത് 100 വയസ്സ് കഴിയുമ്പോൾ, 120 വയസ്സ് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്ര പറയേണ്ടി വരും. ഈ ജീവൻ മർത്യതയുള്ളതാകുന്നു. എന്നാൽ അമർത്യമാകുന്ന മരണമില്ലാത്ത നിത്യജീവൻ, ഗാഡ് കൈൻഡ് ഓഫ് ലൈഫ്, ആ ലൈഫിൻ്റെ പ്രത്യേകത, ദൈവത്തിലുള്ള ജീവൻ്റെ പ്രത്യേകത, അവസാനമില്ല, മരണമില്ല, രോഗമില്ല. ആ ജീവനാൽ നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിച്ചിരിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനത്താൽ ഇൻകറപ്റ്റബിൾ ആകുന്ന ആ സീഡിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതിനാൽ, വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവപൈതലേ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് സ്വീകരിക്കുക. അവിടെയാണ് ആ വചനം നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ പ്രാപ്തിയുള്ള മരുന്നാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു തിരിച്ചറിവ് ലഭിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നേരിടുന്ന ശാരീരിക സംഘർഷങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യത്തിൽ തന്നെ അന്നത്തെ എഴുത്തുകാർക്ക് അവർക്ക് ഭാഗിക വെളിപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവർക്ക് ഈ സത്യം മനസ്സിലായെങ്കിൽ അവർ വിളിച്ചു പറയുകയാണ്, അവൻ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് അത്രയേറെ ശക്തിയുണ്ട്, അത്ര വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തിയുണ്ട് എന്നുള്ള ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, അവൻ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ പരിശുദ്ധാത്മാവിന് തൊടുവാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് തൊടുവാൻ കഴിയും. ഇപ്പോൾ പുറപ്പെടുന്ന ഈ വചനം തന്നെ പരിശുദ്ധാത്മാവും ജീവനുമാകുന്നു, ദൈവത്തിൻ്റെ ജീവനുമാകുന്നു. ഈ വചനം നിങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേരുകയാണ് എങ്കിൽ ഈ വചനത്താൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗബാധകൾ നിങ്ങളെ വിട്ടുപോകും. ആ വചനത്തെ നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുക. ആ വചനം ദൂരെയല്ല, ദൈവം നമുക്ക് ദൂരസ്ഥനല്ല. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവം നമുക്ക് ദൂരസ്ഥനല്ല. നമുക്കറിയാം, പലരും ദൈവത്തെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ പോവുകയാണ്, ദൂരസ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ചു പോവുകയാണ്. ദൈവത്തെ കാണാൻ വേണ്ടി അവർക്ക് ദൂരസ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്, അവർക്ക് തീർത്ഥയാത്രകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു തീർത്ഥയാത്രയുടെയും ആവശ്യമില്ല, ദൂരസ്ഥലങ്ങളിൽ എങ്ങും പോകേണ്ട കാര്യമില്ല. യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ ദൈവം സമീപസ്ഥനാകുന്ന ദൈവമാകുന്നു. റോമാലേഖനം 10:7 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. വചനം നിനക്ക് സമീപമായി. ദൈവം സമീപസ്ഥനാകുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു ദൂരസ്ഥനല്ല, അവിടുന്ന് സമീപസ്ഥനാകുന്നു. അവിടുന്ന് എത്രത്തോളം സമീപസ്ഥനാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും. നീയും യേശു ക്രിസ്തുവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് നിന്റെ വായും നീയും തമ്മിലുള്ള ദൂരമാണ്. വാ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാൽ, വാ തുറന്ന് വചനം ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നിന്റെ അരികിലുണ്ട്. അവിടുന്ന് നിന്നെ സഹായിക്കുവാൻ നിന്റെ അരികിലുണ്ട്. Amen. Praise the Lord. Hallelujah. Glory to Jesus. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Amen. Hallelujah. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും അന്ന് ഫോണില്ല, ഇമെയിലില്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ വേണ്ടിയും വേറൊരു ഉപാധിയുമില്ല. എന്നാൽ ആ തടവറയിൽ കിടന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അന്ത്യോക്യയിലുള്ള തൻ്റെ സഹോദരന്മാർ
അന്ത്യോക്യയിലുള്ള തങ്ങളുടെ സഹോദരന്മാർ അവർക്ക് അപ്പോൾ ദൂരസ്ഥരാകുന്നു. എന്നാൽ തങ്ങളെ രക്ഷിച്ച, ശുശ്രൂഷയ്ക്ക് അയച്ച യേശു ദൂരസ്ഥനല്ല, യേശു സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് അവർ ആ ജയിലിൽ കിടന്ന് പാട്ടുപാടി ആരാധിച്ചപ്പോൾ യേശു ആ ജയിലിൽ ഇറങ്ങി അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തത്. ഇന്ന് നിങ്ങളുടെ കർത്താവ് ദൂരസ്ഥനല്ല. ഓ, ഈ ശബ്ദങ്ങൾക്ക് ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു. വളരെ ദൂരെയുള്ളൊരു കാര്യമല്ല നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത്. ഇനിയും ഏറെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സമീപമാകുന്നു, നിങ്ങൾക്ക് സമീപമാകുന്നു. എത്രത്തോളം സമീപസ്ഥമാകുന്നു. നിങ്ങളുടെ വായും നിങ്ങളും തമ്മിലുള്ള ദൂരമാണ്. നിങ്ങളുടെ സൗഖ്യവും നിങ്ങളും തമ്മിലുള്ള ദൂരം. നിങ്ങളുടെ വായും നിങ്ങളും തമ്മിലുള്ള ദൂരമാണ്. നിങ്ങളുടെ വിടുതലും നിങ്ങളും തമ്മിലുള്ള ദൂരം. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അതരം തുറന്ന് ആ വിജയത്തിൻ്റെ വചനം ഏറ്റുപറയുക, ആ സൗഖ്യത്തിൻ്റെ വചനം ഏറ്റുപറയുക, ആ വിടുതലിൻ്റെ വചനം ഏറ്റുപറയുക, ആ അത്ഭുതത്തിൻ്റെ വചനം ഏറ്റുപറയുക. ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ആത്മാവിൽ പ്രതികരിക്കുവാനുള്ള ബോധ്യം ലഭിക്കുന്നത്. ആ വചനം ഏറ്റുപറയുക, വചനം ഏറ്റുപറയുക. അവൻ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അധരം തുറന്ന് ദൈവത്തിൻ്റെ വചനം പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ കുഴികളിൽ നിന്ന്, നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ളവനാകുന്ന ദൈവമാകുന്നു. ആമേൻ. അവിടുന്ന് യേശു ക്രിസ്തുവാകുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച വചനമാകുന്ന യേശു ക്രിസ്തുവാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുത ശക്തി ഇപ്പോൾ ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. ചില വ്യക്തികളെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുകയാണ്. ആത്മാവിൻ്റെ തീ ചിലരുടെ മേൽ ഇറങ്ങുന്നു. ചില കെട്ടുകൾ ഇപ്പോൾ കത്തിപ്പോകുന്നു. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അതിശക്തമാകുന്ന ഒരാത്മസാന്നിധ്യത്തിൻ്റെ നിറവ് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന ഈ സന്ദേശം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിൽ സൗഖ്യമായി തീരട്ടെ, സൗഖ്യമായി വെളിപ്പെടട്ടെ, സൗഖ്യമായി വെളിപ്പെടട്ടെ. അത്ഭുത സൗഖ്യമായി വെളിപ്പെടട്ടെ, അത്ഭുത സൗഖ്യമായി വെളിപ്പെടട്ടെ. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, പ്രതിസന്ധികളുടെ നടുവിൽ, സംഘർഷങ്ങളുടെ നടുവിൽ, ദുരിതങ്ങളുടെ നടുവിലായിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർ ഉദ്ധരിക്കപ്പെടട്ടെ, ഉദ്ധരിക്കപ്പെടട്ടെ. സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. വിവാഹം നടന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിജയങ്ങളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അവൻ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ഈ സന്ദേശം അനേകർക്ക് വിടുതലായി തീരും. അതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യണം. മാത്രവുമല്ല, എല്ലാ പ്രഭാതത്തിലും ഒരു പ്രഭാത സന്ദേശം അയക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. നിങ്ങൾക്ക് ആ പ്രഭാത സന്ദേശം ആവശ്യമുണ്ട് എങ്കിൽ ദയവായി ഞങ്ങൾക്ക് ഒരു മെസ്സേജ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കുക. അതോടൊന്നിച്ച് തന്നെ എല്ലാ പ്രഭാതത്തിലും രാവിലെ 4 മണിക്ക് 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന സൂം ID ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചയും രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്. ആ നൈറ്റ് പ്രെയറിലും പങ്കെടുക്കുവാൻ നിങ്ങൾ ആ അവസരം പ്രയോജനപ്പെടുത്തുക. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് വലിയ വിശാലതകളെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാൻ പോകുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കുകയും എല്ലാ സമൃദ്ധിയിലും അവിടുന്ന് നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. ഈ സന്ദേശം സ്വീകരിക്കുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.
എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.